ഇന്നത്തെ കാലത്ത് നമ്മൾ സേഫ് ആണോ അല്ലെങ്കിൽ സെക്യൂർഡ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് തരുമ്പോൾ അതിന് ആൻസർ ചെയ്യാനായിട്ട് നമ്മൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിലും സെക്യൂരിറ്റിയുടെ കാര്യത്തിലും ഭയങ്കര അധികം റിസ്ക് ഫാക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ലൈഫ് ആണെങ്കിലും നമ്മുടെ ബിസിനസ് ആണെങ്കിലും കുറച്ചധികം സേഫ് ആൻഡ് സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടെക്നോളജീസ് നിങ്ങളിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഈസ് സെറ്റ്കെടെക്കോ ലാന ടെക്നോളജീസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് CCTVs ആൻഡ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, അത് സക്സസ്ഫുൾ ആവുക, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ആൻ ഈസി ടാസ്ക് അല്ലേ. ഇപ്പം US-ലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും അങ്ങനെയുള്ള കൺട്രീസ് എല്ലാം ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യയും ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈവൻ നെക്സ്റ്റ് ജനറേഷൻ തിങ്കിങ് അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴേ തിങ്ക് ചെയ്ത് ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് അതുപോലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതും നമ്മുടെ കേരളത്തിൽ ഒരു കൊച്ചിക്കാരൻ ഡോക്ടർ ഷിബു മാത്യു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു സ്ട്രോങ് ടീം തന്നെ നമ്മുടെ സെറ്റ്കെടെക്കോൻ്റെ ലാന ടെക്നോളജീസിലുണ്ട്. CCTV ക്യാമറാസ് മുതൽ ഒരുപാട് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അതും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ജനങ്ങളിലേക്ക് കൊടുക്കുക. ദാറ്റ്സ് ദെയർ മോട്ടീവ് ഇറ്റ് സെൽഫ്. സോ ഇന്ന് അത്തരത്തിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ ഷിബു മാത്യു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അവരുടെ അപ്കമിങ് പ്രൊജക്ട്സ് എല്ലാം നമുക്ക് ചോദിച്ചറിയാം. പ്ലീസ്. Welcome to Lana. Thank you. First ഒരു security check ഉണ്ട്. Okay. Security आपका बॉस ने नന്നായിട്ട് അറിയാം. No need of security check. मेरा मोबाइल है. मेरा काम है चेक करना. Okay. മെറ്റൽ ഡിറ്റക്ടർ ആണ്. മെറ്റൽ ഡിറ്റക്ടർ. എൻ്റെ മെറ്റൽ ഉണ്ടെങ്കിലും അത് ബീപ്പ് അടിക്കും. ഞാനൊന്നും ക്യാരി ചെയ്തിട്ടില്ലല്ലോ. ഫോൺ ഉണ്ടെങ്കിലും കീ ഉണ്ടെങ്കിലും ബെൽറ്റ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു മെറ്റൽ മതി. ഫോണും ഉണ്ട്, കീയും ഉണ്ട്, ബെൽറ്റും ഉണ്ട്. അല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നെ അകത്തേക്ക് കടത്തുവോ? ഓക്കെ. നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിൽ പോയി കഴിഞ്ഞിട്ടാണ് തേർഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ല എനിക്ക് പോകേണ്ടത് തേർഡിലേക്കാണ്. നമ്മുടെ MD ഷിബു മാത്യു അദ്ദേഹമായിട്ട് എനിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അതെ, പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. കോവിഡ് ഒക്കെ അല്ലേ, പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് മേളിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഏത് ഫ്ലോറിലേക്ക് വന്നവരാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് ഉണ്ണിയേട്ടൻ ഫസ്റ്റ് ഹാജർ കൊടുക്കണം അല്ലേ? അതെ അതെ. ഓക്കെ ശരി. ഓക്കെ. അപ്പം ഇനിയിപ്പം ഇത് അതുപോലെ നമ്മളുടെ ഒരു എലിവേറ്റർ കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഞെക്കിയത് പോവില്ല. ഇതില് ആക്സസ് ഉള്ള ഫിംഗർ വെച്ചാൽ മാത്രമാണ് ഓതറൈസേഷൻ വേണം. അപ്പൊ ലാന ടെക്നോളജീസിന്റെ എംപ്ലോയീസിന് മാത്രമേ ഇതിന്റെ ഓതറൈസേഷൻ. എംപ്ലോയി ഒന്ന് എന്നെ തന്നെ വെക്കണം. ഫസ്റ്റ് ഫ്ലോറിൽ കൊണ്ടാക്കും. ഓക്കെ ഓക്കെ. പ്ലീസ് കം. അല്ല ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഫസ്റ്റിലെത്തിയില്ലേ? അതെ. ഇനി നമുക്ക് ഡയറക്റ്റ് തേർഡിലേക്ക് പോയിക്കൂടെ? ഇല്ല, ഇവിടെ ഒരു ടേൺ സ്റ്റൈൽ ഗേറ്റ് ഉണ്ട്. അതുവഴി പാസ് ചെയ്തിട്ടാണ് നമുക്ക് സെക്യൂരിറ്റി ചെക്കിന്റെ ഏരിയയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ല ഞാനും സാറും ഷിബു മാത്യു പുള്ളിയും തമ്മിൽ നല്ല പരിചയമുള്ള എനിക്ക്. പക്ഷേ ഈ വഴിയല്ലേ കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതെ, ഇത് നമ്മുടെ പ്രൊജക്ട് മാനേജർ ആണ് ഡായ് സാർ. ഹായ് സർ. ഹായ് ഹായ്. ഓക്കെ. ഇനി ഇവിടുത്തെ ഫോർമാലിറ്റി എന്താ? കാർഡ് വെച്ച് അക്സസ് ചെയ്തെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ കാർഡില്ല. ഇല്ല, ഇവിടുത്തെ എംപ്ലോയീസിന് മാത്രമേ ആക്സസ് ഉള്ളൂ. ഇത് ഞാൻ ഗൾഫിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലാന ടെക്നോളജിയുടെ വേറെ എവിടെയെങ്കിലും ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ടോ? കോഴിക്കോട് സൈബർ പാർക്കിൽ വെച്ചിട്ടുണ്ട്. കോഴിക്കോട് സൈബർ പാർക്കിൽ അല്ലേ? ഓക്കെ. സാറിൻ്റെ കാർഡ് ആക്സസ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ ടേൺ സ്റ്റൈൽ ഗേറ്റ്? കടക്കാം. ഓപ്പൺ. ശരി സർ, താങ്ക് യു. പ്ലീസ്. ഇത് ഈ ഡോറിന്റെ ആക്സസ് കൺട്രോൾ സിസ്റ്റം ആണ്. നമ്മളുടെ സ്റ്റാഫിന്റെ അറ്റൻഡൻസ് ഡിവൈസ് ഇത് തന്നെ. ഫേസ് ഡിറ്റക്ഷൻ ഉണ്ട്. അതെ, ഫേസ് പ്ലസ് പാം ഡിറ്റക്ഷൻ. ഇല്ല, ലക്ഷ്മിയുടെ ഫേസ് ഡിവൈസ് എടുക്കില്ല. ഓ ഇല്ല. ഓക്കെ, എംപ്ലോയീസിന്റെ. ഓക്കെ. അപ്പോഴേ ഡോർ തുറക്കുള്ളൂ? അതെ അതെ, ഡോർ എന്നാലാണ് ഓപ്പൺ ആവുള്ളൂ. ലാന ടെക്നോളജിയുടെ ഒരു കാര്യം ഇവിടെ വന്ന് ഞാൻ ബ്ലിങ്ക് ആയിട്ടോ സെക്യൂരിറ്റീസ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പഞ്ചിങ് മെഷീനൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, കോവിഡ് അല്ലേ അല്ലേ? ഓക്കെ ഓക്കെ. ഓപ്പണായി. തുറക്കുക സീസ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ ടെക്നോളജി.
ഇത് ടെമ്പറേച്ചർ ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. ഓക്കെ, അതായത് നമ്മൾ യൂഷ്വലി കയ്യിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഫേസ് ഡിറ്റക്ഷൻ. ഓക്കെ ഫൈൻ, ഫേസ് ഡിറ്റക്ഷൻ 36.69. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി പോവാലോ. ഓക്കെ, മാസ്ക് ഇല്ലാന്നാ പറയുന്നത്. നോ മാസ്ക് ഒന്നും പറയണ്ടല്ലോ, ഞാൻ ലിപ്സ്റ്റിക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് വെക്കേണ്ടത്. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, സ്ട്രേഞ്ചർ ആണൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂട്ടോ ഞാൻ ആരാണ്. ഓക്കെ, അല്ലേ വെറുതെ നമുക്കിപ്പോൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെക്കാം, കാരണം സാറിന് അല്ലെങ്കിൽ എന്നെ കണ്ടാൽ മനസ്സിലായില്ലെങ്കിലും. ഓക്കെ ഓക്കെ, സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ലക്ഷ്മി നക്ഷത്രമാണോ? ഓക്കെ, സാനിറ്റൈസർ. ഈ ഡിപ്പാർട്ട്മെന്റ് ഇത് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അനീഷ്. വെൽക്കം ലക്ഷ്മി. ഇതാണ് ലാന ടെക്നോളജിയുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെന്റ്സ് 3 സെക്ഷനിലായിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഇന്ത്യയിലുണ്ട്, അതുപോലെ സൗദിയിലുണ്ട്, ചൈനയിലുണ്ട്. മെയിനായിട്ട് ഒരു സെക്ഷൻ നമ്മുടെ ഡെവലപ്മെന്റ് ടീം ഇവിടെയാണ്. നമ്മുടെ മെയിൻ ബ്രാൻഡ് എന്ന് പറയുന്നത് സെറ്റ്കെടെക്കോ എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ബ്രാൻഡാണ്. നമ്മൾ ഇതിൻ്റെ ബേസിൽ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ആ പ്രോഡക്ട്സുകൾ നമ്മൾ മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യയിലുണ്ട്, സൗദിയിലുണ്ട്, പിന്നെ ഗൾഫ് കൺട്രീസ് മുഴുവൻ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇന്ത്യയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ആയി ഇപ്പോൾ 7 വർഷത്തോളമായി. നമ്മളെ ഒരുവിധം എല്ലാ കാറ്റഗറിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽസ്, അതുപോലെ സ്കൂൾസ്, അതുപോലെ ഓഫീസ്, അതുപോലെ എല്ലാ കാറ്റഗറി കോർപ്പറേറ്റ് റെസിഡൻഷ്യൽ അസോസിയേഷൻ, അതെ റെസിഡൻസ്, ഓഫീസ്, എല്ലാ സെക്ഷനിലും നമ്മൾക്ക് അതിനുവേണ്ടി കൊടുക്കാൻ തക്കവണ്ണമുള്ള വളരെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്ട്സുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പുതിയ ടെക്നോളജീസുകൾ ആയതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. ബയോമെട്രിക്സ് ഡിവൈസ് ഇപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തില് ഇത്തരത്തില് സെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോൾ വലിയ കടമകൾ അത് നമ്മുടെ കൊച്ചിയിലെന്ന് പറയുമ്പോൾ സംതിങ് ഗ്രേറ്റ് കേട്ടോ. ആൻഡ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഇപ്പൊ നല്ല രീതിയിലാണ് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ എനിക്ക് എന്തൊക്കെയാ കാണിച്ചു തരാൻ പോണേ? ഇന്ന് ഞങ്ങളുടെ ഇവിടെ തന്നെ മെയിൻ ആയിട്ട് ഞങ്ങളുടെ ഹാർഡ്വെയർ ഓറിയന്റഡ് ആയ സോഫ്റ്റ്വെയറുണ്ട്. അതിന്റെ തന്നെ ഡെമോസോ അല്ലെങ്കിൽ ചെറിയ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാനൊന്ന് ലക്ഷ്മിക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. ആ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്. അതാണ് നമ്മുടെ ഇതിന്റെ എല്ലാം. കാരണം നമ്മൾ ഹാർഡ്വെയർസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ കൂടെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത ഹാർഡ്വെയറുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന്. ഡയറക്ട്ലി എന്ന് വെച്ചാൽ സാധാരണ സോഫ്റ്റ്വെയർ പോലെ തന്നെ തേർഡ് പാർട്ടി അല്ല. നമ്മൾ ഡയറക്ട്ലി ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. എക്സാമ്പിൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ മെഷീൻസ് ആണ്. ഇത് നമ്മുടെ തന്നെ പ്രോഡക്റ്റ്സ് ആണ്. ഇതിന്റെ കൂടെ പോകുന്ന ആക്സസറീസ് ഒരുപാടുണ്ട്. ക്യാഷ് സ്റ്റോർ, ഫിംഗർ പ്രിന്റ്, പിന്നെ LED ഡിസ്പ്ലേ, സെക്കൻഡ് ഡിസ്പ്ലേ, ഫിംഗർ പ്രിന്റ് വെരിഫിക്കേഷൻ, അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്. അൺലിമിറ്റഡ് ആക്സസ് ഇതിന്റെ കൂടെ പോകുന്ന ആക്സസറീസ്. ഇതും എല്ലാമായിട്ടും ടോട്ടലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോയിന്റ് ഓഫ് സെയിൽ സോഫ്റ്റ്വെയർ ആണ്. ഇത് മറ്റൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒന്നുമില്ല, ചോദിക്കാൻ ചിക്കിങ്, KFC അങ്ങനത്തെ ഉപയോഗിക്കുന്ന കോമൺലി ഇപ്പൊ ലുലു മാളിൽ ഉപയോഗിക്കുന്ന കോമൺ പോയിന്റ് ഓഫ് സെയിൽ സോഫ്റ്റ്വെയർ. അത് ഈ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ ഈ പോയിന്റ് ഓഫ് സെയിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇതിന്റെ ഇപ്പൊ പുതിയ ടെക്നോളജീസ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഓക്കെ ഗുഡ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ വരുന്ന റെസ്റ്റോറൻറ്റിൽ, സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ സെന്ററിൽ വരുന്ന കസ്റ്റമേഴ്സിനെയും കൂടെ ഐഡന്റിഫൈ ചെയ്യും. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വന്ന് കഴിച്ചത് ഒരു ചായ വിത്ത് ഷുഗർ ആണെന്നിരിക്കട്ടെ. അടുത്ത പ്രാവശ്യം കസ്റ്റമർ വരുമ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും, സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് യൂസ് ചെയ്യുന്നവർക്ക് ആ വ്യക്തിക്ക് ഇന്ന പോലെ വിത്തൗട്ട് ഷുഗർ ആണ് വേണ്ടത്, മിൽക്ക് വേണ്ട എന്നുള്ളത് ഓൾറെഡി സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫേസ് ഡിറ്റക്ഷൻ വെച്ചിട്ട് നമ്മുടെ AI ക്യാമറാസ് ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ആക്സസറീസ് ആണ്. ഈ ആക്സസറീസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബില്ലിംഗ് സെക്ഷനിൽ കടന്നു പോകുന്ന ഓരോ കസ്റ്റമേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ഡേറ്റ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കും. അതിനനുസരിച്ച് എക്സാമ്പിൾ ഞാൻ പറയട്ടെ, അതായത് തൃശ്ശൂരിൽ എനിക്ക് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ പോയി ഓട്ടോമാറ്റിക്കലി നിന്ന് കഴിഞ്ഞാൽ എന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്താൽ അവർക്ക് ഓട്ടോമാറ്റിക്കലി അടുത്ത പ്രാവശ്യം വരുമ്പോ തന്നെ കസ്റ്റമർ ഇതല്ലേ വേണ്ടത് എന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ കഴിയും ആർക്ക് സെയിൽസിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ ഇപ്പൊ പൈസ തരാതെ പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമർ വരുമ്പോൾ ദൂരെ നിന്ന് വരുമ്പോൾ ആ കസ്റ്റമർ 100 രൂപ തരാനുണ്ടെന്ന് സോഫ്റ്റ്വെയർ മുൻകൂർ ഐഡന്റിഫൈ ചെയ്ത് പറയും.
മാൻ പവറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലി ഒരുപാട് കുറച്ച് തരും. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഈ ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ സൗദിയിലോ മാർക്കറ്റിലോ മാത്രമല്ല വേൾഡ് വൈഡ് ഇന്റർനാഷണലി ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സെറ്റിക്കറ്റ് ഒക്കെ ഈ ബ്രാൻഡിൽ സെക്കൻഡ് ആ സോഫ്റ്റ്വെയർ 100% ഫ്രീ ആയിട്ടാണ് വേൾഡ് വൈഡ് ഈ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മെഷീൻ മാത്രം പർച്ചേസ്. അത് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ മാത്രമല്ല, ഇതിന്റെ കൂടെ ഒരു 21ഓളം സോഫ്റ്റ്വെയർ ബണ്ടിലുണ്ട്. അതിന് പുറമെ ഒരു 21ഓളം സോഫ്റ്റ്വെയർ വരുന്നതാണ് ഈ ബണ്ടില്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് 21 ഈ കോംപ്ലിമെന്ററി അല്ലല്ലോ, 21 പ്രൊഡക്ട്സ് എനിക്ക് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല, നമ്മൾ ബേസിക് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ വരുന്ന ആഡ് ഓൺസ് അവർക്ക് തന്നെ വാങ്ങിക്കാം. ആ ഫോൺ ഏതൊക്കെ വേണം എന്നുള്ള അവർക്ക് ചൂസ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, ഇവർക്കൊക്കെ ഓരോരുത്തരും സിറ്റുവേഷൻസ്, ചിലപ്പോൾ മൾട്ടി സ്റ്റോർ അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോർ, ക്ലൗഡ് ആക്സസ്, ഇതൊക്കെ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആയിരിക്കും കസ്റ്റമേഴ്സിന്. അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതും ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഇത് മെയിനായിട്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കസ്റ്റമേഴ്സ് വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഹാർഡ്വെയർ മാത്രം പർച്ചേസ് ചെയ്താൽ മതി. എക്സലന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം യൂഷ്വലി സോഫ്റ്റ്വെയർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പോക്കറ്റിന്റെ കനം ഏത് വഴിക്കാ പോവുക, തൊട്ടാ പൊള്ളുന്ന രീതിയോ. പക്ഷേ ഏതൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺസ് വേണോ അതിന്റെയൊക്കെ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്. അതിന്റെ ഗുഡൻസ് എനിക്ക് മനസ്സിലായില്ല. നമ്മളിത് ഈ ചെറിയൊരു ഫേം എന്ന നിലയിലല്ല, നമ്മൾ ഇന്റർനാഷണലി തന്നെ ഈ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഹാർഡ്വെയറിന്റെ കൂടെ ഇതിന്റെ ഒറിജിനൽ ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നെയാണ് ഇത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് സെയിൽ സൊല്യൂഷൻ ഒക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡോക്ടർ ഷെബി മാത്യു സാറിനെ കാണുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് കാണാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. ഇനി അക്കൗണ്ട്സിലെന്ന് വെച്ചാൽ നമ്മുടെ സൗദി, മിഡിൽ ഈസ്റ്റിലെ ഫുള്ള് സൗദി, ഒമാൻ, ഖത്തർ, ഒമാൻ എല്ലാം നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ തന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. എൻ്റെ ടീം ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഇതാണ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഓക്കെ. നമ്മളിവിടെ മെയിനായിട്ടും ലാന ടെക്നോളജീസിൻ്റെയും അതുപോലെ തന്നെ ദുബായ്, ബഹ്റിൻ, സൗദി, കുവൈറ്റ് പോലുള്ള നമ്മുടെ എബ്രോഡ്സിലുള്ള ബ്രാഞ്ചസിൻ്റെയൊക്കെ അക്കൗണ്ടിങ് നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇവിടെ ചെയ്യാൻ. പിന്നെ എബ്രോഡ്സിലുള്ള ഡേറ്റാബേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കിവിടെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം. ദുബായ്, സൗദി, ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ. ഓക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ പിന്നെ ഇവിടുത്തെ എല്ലാം ഇവിടെയാണ്. താങ്ക് യു. ഇതാണ് നമ്മുടെ ടെക്നിക്കൽ ആൻഡ് വാറണ്ടി ഡിപ്പാർട്ട്മെന്റ്. റോബിനെ മീറ്റ് ചെയ്യാം. ഓക്കെ, റോബിൻ അല്ലേ? ഓക്കെ, ഹായ്. ഇതാണ് നമ്മുടെ വാറണ്ടി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ A to Z സർവീസസുകൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. സ്പെയർ റീപ്ലേസ്മെന്റ്, വാറണ്ടിയും എല്ലാം ഇവിടെ തന്നെയാണ്. വാറണ്ടി, ടെക്നിക്കൽ സൊല്യൂഷൻ പ്രൊവൈഡിങ് എല്ലാം. സോണിയാണ് അതിന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് മെഷീൻസുകളാണുള്ളത്, BS-ഉം ES-ഉം. അപ്പോൾ BS നമ്മളിവിടെ റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മളൊരു 3 hours ഇതിൻ്റെ മോയ്സ്ചറും കാര്യങ്ങളും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് IP67 റേറ്റഡിലുള്ള ക്യാമറാസാണ്. അതായത് വെള്ളമൊന്നും അകത്ത് കയറില്ല. അതിൻ്റെ റേറ്റിംഗ് ആണ് IP67 എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് നമ്മൾ റിപ്പയർ ചെയ്തതിന് ശേഷം ഒരു 3 hours ഈ ഓവനിൽ, ഈ നമ്മൾ അവിടെ ഇരിക്കുന്ന ഓവനിലെ ആ ഓവനിൽ 3 hours. അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രിയൽ ഓവനാണ്, നോർമൽ ടൈപ്പ് ഓവനല്ല, കേക്ക് ഉണ്ടാക്കുന്ന ഓവനല്ല. അപ്പോൾ അതിലൊരു 3 hours നമ്മൾ വെച്ച് ഹീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻസ് ഒക്കെ പോകും. അതിനുശേഷം ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് അതിൻ്റെ ബോക്സ് നമ്മൾ അടയ്ക്കും. അതിനുശേഷം നമ്മുടെ ടെസ്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നത്. മാക്സിമം ഇന്നൊരു വാറണ്ടി വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബിസിനസ് ഡേ അത് സർവീസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. യൂഷ്വലി നമ്മളിപ്പം എവിടെ നോക്കിയാലും അത് ഇവരെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം ഇവിടെ തന്നെ വാറണ്ടിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാമറ മാത്രമല്ല, എല്ലാം ബയോമെട്രിക്സ് ആണെങ്കിലും പോസ് ആണെങ്കിലും, ഇപ്പോൾ നേരത്തെ കണ്ടിരുന്ന പോസ് ആണെങ്കിലും എല്ലാ സംഭവങ്ങളും നമ്മളിവിടെ തന്നെ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ വാറണ്ടി ടേക്ക് ഓവർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷനൊക്കെ ആഫ്റ്റർ സെയിൽസ് നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. നെക്സ്റ്റ് വർക്കിംഗ് ഡേ നമ്മളത് 100%, അതാണ് നമ്മുടെ ഒരു പാർട്ട് ടൈം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്. മിസ്റ്റർ നിതിനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്.
ശരി. 2-3 പേരും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കോവിഡൊക്കെ കാരണം ജസ്റ്റ് ആളെ കുറച്ചിരിക്കുകയാണ്. ശരി. അപ്പോൾ just നിതിൻ അപ്പം ഇവിടെ ഒരുപാട് റിസർച്ചസ് നടക്കുന്ന സ്ഥലമാണല്ലേ? നമുക്ക് പുതിയതായിട്ട് വരുന്ന ഇനിയിപ്പോൾ നെക്സ്റ്റ് അടുത്തതായിട്ട് ഏറ്റവും പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പ്രൊഡക്റ്റുകളുടെ ടെസ്റ്റിംഗ് അത് എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ലാലയുടെ കയ്യിൽ ഇപ്പോൾ CCTV ക്യാമറാസ് ഉണ്ട്, പോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വാട്ട് ഇസ് നെക്സ്റ്റ്, അടുത്തത് എന്താ തലയിൽ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഇപ്പൊ പറയൂ? ഇവര് ചിലപ്പോൾ പറയില്ലല്ലോ, കോൺഫിഡൻഷ്യലാണ്. എറിഞ്ഞു നോക്കിയതാ, കിട്ടുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് ഗുരുക്കഞ്ചേരി മാറ്റർ ചെയ്യാലോ. ഓക്കെ, അപ്പം എന്തായാലും വർക്ക് നടക്കട്ടെ. കാരണം റിസർച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇവരുടെ ശ്രദ്ധ കളയാൻ പാടില്ല. അപ്പൊ ഇനി എന്നെ സാറിന്റെ അടുത്തേക്ക് ഒന്ന് ആക്കി തരുമോ? തീർച്ചയായും. സാറിന് കണ്ണേന് മുമ്പ് ഒരു ടീ കുടിച്ചാലോ? നല്ലൊരു തീരുമാനമായിരിക്കും. ഇവിടെ മെസ്സൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. ഹലോ. ഹായ്. ഷിബു സാറിനെ കാണാനായിട്ട് പോകുന്ന വഴിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചായ വേണം. ചായ വേണ്ട, എനിക്ക് കോഫി മതി. ഐ ടേക്ക് ഗ്ലാസ്. പറ്റില്ല. ഇത് കണ്ടോ, ഇരിക്കുന്ന കണ്ടോ? ഇത് നമ്മുടെ ലാനയുടെ ഡിവൈസ് ആണ്. നമ്മൾ കംപ്ലീറ്റ് സെക്യൂർ. അപ്പൊ നടക്കില്ല. അപ്പൊ ജസ്റ്റ് ഇവിടെ അതിൻ്റെ അകത്ത് നമ്മുടെ ലാനയുടെ എംപ്ലോയീസിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോ എംപ്ലോയീസിന് മാത്രമേ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും ഇവിടെ മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡിവൈസസ് ആണല്ലോ സെക്യൂരിറ്റി. ഇവിടെ മാത്രമല്ല, ഈ ഗോദ്രേജിന്റെ കുറെ മെഷീൻസുകളിൽ ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. ക്യാൻറ്റീൻ മാനേജ്മെന്റ് പോലെയുള്ള. ഇപ്പൊ കോഫി ആണോ? എനിക്ക് കോഫി ആണോ വേണ്ടത്? അപ്പം ഇവിടെ സ്റ്റാഫിന്റെ മീൻസ് ഫിംഗർ മാത്രം വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, ഒന്ന് കൈവച്ചോളൂ. ഓൾസോ ഇത് റെസ്ട്രിക്റ്റ് ആണ് നമ്മുടെ സ്റ്റാഫിനാണെങ്കിൽ തന്നെ. ഒരു 3 ടൈമാണ് നമ്മൾ കോഫി ഓഫർ ചെയ്യുന്നത്. ഓക്കെ. അത് കഴിഞ്ഞാൽ ഫിംഗർ വെച്ചാൽ ആക്റ്റീവ് ആവില്ല. ഓക്കെ, വെറുതെ ഇല്ല കേട്ടോ. എൻ്റെ ഓഫീസിൽ ഇതുണ്ടായിരുന്നേ. ഞങ്ങളൊക്കെ ഡെയിലി, കാരണം ഷോ ചെയ്യുമ്പോൾ ഉഷാറ് വേണ്ടേ. അപ്പോൾ പക്ഷെ ഇപ്പം ആ മെഷീൻ അവിടെ ഇല്ല, കാരണം ഞങ്ങൾ ഡെയിലി ഒരെണ്ണമൊക്കെ വെച്ച്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി റെക്കോർഡ് ഉണ്ടാവും ഒരു ദിവസം. സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് മന്ത് എൻഡിൽ റിപ്പോർട്ടായിട്ട് വരും. അടിപൊളി. കുടിച്ചെങ്ങനെയൊക്കെയാണെന്നറിയാം. ഇതാണ് ഫിംഗർ ഒക്കെ വെച്ച് ആക്സസ് ചെയ്ത് കഴിഞ്ഞാലുള്ളത് അല്ലേ കംപ്ലീറ്റ്. തിരിയാൻ പറ്റില്ലെന്നേ. ഓക്കെ, അല്ല ഞാൻ കുടിക്കട്ടെ കേട്ടോ. നമ്മൾ അപ്പം secured ആയ നമ്മുടെ ശേഷം ബില്ലിലായിരിക്കും അല്ലേ? നമ്മുടെ ബില്ലിലല്ലേ? ഷാനിയുടെ പേരിലല്ലേ വെച്ചിട്ടുള്ളത്? താങ്ക് യു. ശരി, അപ്പൊ നമുക്ക് നൈസ് മീറ്റിംഗ് ഇവിടെ. താങ്ക് യു. നമുക്ക് എക്സിബിഷൻ സെന്ററിലേക്ക് പോയാലോ? ഓക്കെ. ഓക്കെ. ഏത് ഫ്ലോറാ? 3rd ഫ്ലോർ. ഓ സോറി, എനിക്ക് പറ്റില്ലല്ലോ. ആക്സസ് ഇല്ല. ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സപ്പോസ് ഇപ്പൊ താങ്കൾ ഇവിടുത്തെ സ്റ്റാഫ് ആണല്ലോ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കണേ. ഞാനിപ്പോ കേറി ഇതുപോലെ പ്രസ് ചെയ്തു, റെഡ് സിഗ്നൽ വന്നു, അത്രേ ഉണ്ടാവുള്ളൂ? അല്ലല്ല, നമുക്കിതിൽ അലാമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടത്തെ സ്റ്റാഫ് അല്ല, സ്റ്റാഫ് അല്ല, ഇവിടുത്തെ സ്റ്റാഫ് എന്നുള്ളൊരു പുറത്തുനിന്ന് ആരെങ്കിലും സ്ട്രേഞ്ചർ വന്നു കഴിഞ്ഞാൽ അതിൽ പ്രസ് ചെയ്തു, അവർ ട്രൈ ചെയ്യാണ്, ഇതിലേക്ക് കയറി പോകാനായിട്ട് അവർ ട്രൈ ചെയ്യാണ്. 2-3 പ്രാവശ്യം സ്വിച്ചുകളിലൊക്കെ പ്രസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ പ്രസ് ചെയ്താൽ നമുക്ക് അലാം അടിക്കും. മൊത്തത്തില് നുഴഞ്ഞു കയറാൻ ഒരാൾക്കും സമ്മതിക്കില്ല. കംപ്ലീറ്റ് ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനല്ലോ. 100%. ഓക്കെ, അപ്പൊ ഞാൻ ഭയങ്കര സെക്യൂർഡ് ആണ് കേട്ടോ. ഒന്ന് മോളിൽ പോയിട്ട് വരാം. ഇത് മിസ്റ്റർ ബിജോ, നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറാണ്. ലക്ഷ്മി. ഹായ്, ബിജോ. ഓക്കെ, താങ്ക് യു. നമ്മുടെ എക്സിബിഷൻ സെൻ്ററാണ്. ഓക്കെ. ലാന ടെക്നോളജീസിൻ്റെ എല്ലാ പ്രോഡക്ട്സും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ലാന ടെക്നോളജീസ്. അതെ, ഇതാണ് നമ്മുടെ ടെക്നോളജിയുടെ ഒരു ഡിവിഷൻ. ഫുൾ ഓഫ് ടെക്നോളജി. യെസ്. എന്തൊക്കെയാണത്? ഇത് ഒരു ടൈം അറ്റൻഡൻസ് ഡിവൈസുകളുടെ ഏരിയയാണ്. ലൈക്ക് പഞ്ച് ചെയ്യാനുള്ളത്. അതായത് ഓരോ ഓഫീസുകളും നമ്മൾ ചെക്ക് ഇൻ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി യൂസിക്കുന്ന ടൈം അറ്റൻഡൻസ് ഡിവൈസുകളാണ് ഇവിടെയുള്ളത്. അത് ഓരോ രീതിയിലുള്ളതുണ്ട്. ഇതാണെങ്കിൽ ഫേസ് എൻറോൾ ചെയ്ത്, ഫേസ്, ഫിംഗർ പ്രിൻറ്റ്, അതുപോലെ കാർഡ് എൻറോൾ ചെയ്ത് നമുക്ക് ടൈം അറ്റൻഡൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഫേസ് വേണമെങ്കിൽ അങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, ഫിംഗർ വേണേൽ ഫിംഗർ, അതുപോലെ കാർഡ് വേണേൽ കാർഡാണ് വെക്കാം. ഇതാണെങ്കിൽ വെയിൻ ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ഇൻ ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ ഫിംഗർ പ്ലസ് വെയിൻ ആണ് വരിക. വെയിൻ, അതെ. ഓക്കെ. പിന്നെ ഇതാണെങ്കിൽ ഫേസിൻ്റെ ഉണ്ട്, പാം ഉണ്ട്. ഇതാണെങ്കിൽ പാം ഡിവൈസ് ആണ്. നമുക്ക് പാം കൈപ്പത്തി ഫുള്ളായിട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഫേസിൻ്റെ ഡിവൈസ് ആണ്. ഇത്രയുമാണ് നമ്മുടെ ടൈം അറ്റൻഡൻസ് ഡിവൈസുകളെ. കൂടുതൽ ഡിവൈസുകളുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡിവൈസുകളാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അത് തന്നെ, ഇതൊരു ഹൈബ്രിഡ് ടെക്നോളജിയാണ്. ഫേസ്, ഫിംഗർ, അതുപോലെ തന്നെ RFID കാർഡ്
എല്ലാം എൻറോൾ ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഫിംഗർ, വെറ്റ് ഫിംഗർ, റഫ് ഫിംഗർ. ഈ ഡിവൈസിൻ്റെ ഒരു പ്രത്യേകതയാണ് സിൽക്ക് സെൻസർ ഉപയോഗിച്ചാണ് ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിലും വെറ്റ് ആയിട്ടുള്ള റഫ് ഫിംഗർ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് സെൻസ് ചെയ്തെടുക്കും. പഴയ ഫിംഗർ പ്രിന്റ് ഡിവൈസുകളെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവരൊക്കെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. യെസ്, അതും നമ്മുടെ കൊച്ചിയിൽ. ഇത് CCTV ക്യാമറ. ഇതെനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. യെസ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും. ഇവിടെ നമുക്ക് 2 മെഗാപിക്സൽ മുതൽ 8 മെഗാപിക്സൽ വരെയുള്ള CCTV ക്യാമറകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിനകത്ത് IP ക്യാമറകളുണ്ട്, അനലോഗ് ക്യാമറകളുണ്ട്. ഇത് ഒരു PTZ ക്യാമറയാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഈ അടുത്ത് ഒരു റിയാലിറ്റി ഷോയിൽ ഈ ക്യാമറ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. നാനോ ടെക്നോളജീസ്. ഓക്കെ, ഈ ക്യാമറയുടെ പ്രത്യേകത വെച്ചാൽ പാനും ടിൽറ്റ് സൂം ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. 360 ഡിഗ്രി വരെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സെയിം ക്യാമറ തന്നെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൽ അവിടെ വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി അവർ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് വനത്തിൽ. അത് നമ്മളാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അതെ, ഏകദേശം 11 ക്യാമറകളോളം അവർ വനത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രൊജക്റ്റാണ്. അതുപോലെ നമ്മൾ കാണുന്ന എല്ലാ ക്യാമറകളിലും നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഈ ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡേ ആൻഡ് നൈറ്റ് ഫുൾ കളറായിരിക്കും അതിൻ്റെ വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതൊരു പുതിയ ടെക്നോളജിയാണ്. നേരത്തെ ഉള്ളതെല്ലാം തന്നെ നൈറ്റ് വിഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഒരു പക്ഷേ യൂസ് ചെയ്യുന്നതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും നിലവിലുള്ളവർ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നൈറ്റ് വിഷനിൽ നമുക്ക് ഒരു ചെറിയ വെട്ടം പോലും ഇല്ലെങ്കിൽ പോലും ഫുൾ ഏരിയ നമുക്ക് കളറായിട്ട് കാണാൻ സാധിക്കും. അഡ്വാൻസ്ഡ് വെർഷനാണ്. ഇപ്പം 40 മീറ്റർ വരെ IR ഡിസ്റ്റൻസ് ഉള്ള ക്യാമറയാണ്. 40 മീറ്റർ വരെയുള്ള എന്തും നമുക്ക് നൈറ്റ് വിഷനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 100 മീറ്റർ വരെയുള്ള ക്യാമറകൾ ഇവിടെ അവൈലബിൾ ആണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ക്വാളിറ്റി തരിക എന്നുള്ളതാണ് ലാന ടെക്നോളജീസിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഡോർ കൺട്രോളറാണ്. നമ്മൾ അവിടെ കണ്ടിരുന്നത് ആക്സസ് കൺട്രോൾ, സ്റ്റാൻഡ് അലോൺ ആക്സസ് കൺട്രോളറാണ്. ഒരു ഡോറിന് ഒരു ഡിവൈസ് എന്ന രീതിയിൽ. ഇതാണ് 4 ഡോർ വരെ ഒരു കൺട്രോളറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഇൻ ഔട്ട് ആരൊക്കെ എൻ്റർ ചെയ്യണം, എപ്പോഴൊക്കെ എൻ്റർ ചെയ്യണം എന്ന് വരെ ഓരോ ഡോറിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആക്സസ് കൺട്രോൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് തരും. നേരത്തെ നമ്മൾ കണ്ടത് സിംഗിൾ ഡോർ ആക്സസ് ആയിരുന്നു, ഇത് മൾട്ടിപ്പിൾ അല്ലേ? ഒരു ഓഫീസിന്റെ ഡോറിൽ ഒരു 4 ക്യാബിനാണെന്നുണ്ടെങ്കിൽ അവിടെ MDക്ക് ഉണ്ടാവും, മാനേജർക്ക് ഉണ്ടാവും. അപ്പം മാനേജർക്ക് ചിലപ്പം MDയുടെ ക്യാബിന് കയറേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പം അല്ലെങ്കിൽ കയറണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പർട്ടിക്കുലർ ടൈം അസൈൻ ചെയ്യാൻ സാധിക്കും. ഈ കൺട്രോളറിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ വഴിയാണത്. തീർച്ചയായിട്ടും ലാന ടൈമിൻ്റെ സോഫ്റ്റ്വെയർ വഴിയാണ് അത് ചെയ്യുന്നത്. വീണ്ടും ടൈം അറ്റൻഡ് ഡിവൈസുകൾ. ഈ ഡിവൈസാണ് ചിക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റിലും നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ലാന ടെക്നോളജീസിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആൻഡ് ഇത് ലാന ടെക്നോളജീസിൻ്റെ ഡോർ ലോക്സ് ആണ്. ഹോട്ടലുകളിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഡോറിനും അതുപോലെ തന്നെ ഓഫീസ് ഡോറുകൾക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിംഗർ പ്രിന്റ്, കാർഡ്, ഫേസ് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് ഡോർ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആക്സസ് കൺട്രോളർ ഡോർ ലോക്കുകളാണ്. നമ്മളിപ്പോ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻ ചെയ്യാണ്ട് കാർഡ് പ്ലേസ് ചെയ്യാണ്ട് ഇൻസേർട്ട് ചെയ്യാണ്ടൊന്നും പറ്റില്ല. തീർച്ചയായും ആ ടെക്നോളജീസ് ലാന ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, ലാനയുടെ സോഫ്റ്റ്വെയർ ആണ് ഇതിന്റെ ഈ ആക്സസ് കൺട്രോളിനാണ് യൂസ് ചെയ്യുന്നത്. ശരി, ഓക്കെ. അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ലാന ടെക്നോളജീസ്. കാരണം ലാന ടെക്നോളജിയുടെ ഓരോ പ്രൊഡക്ട്സും നമ്മുടെ പബ്ലിക്കിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സ്ട്രോങ് ടീം ഉണ്ട്, ആ ഒരു മാർക്കറ്റിംഗ് ടീം അല്ലേ? തീർച്ചയായിട്ടും. യെസ്. ഓക്കെ, ഇനി ജെറി പ്ലീസ് കം. ജെറിയാണ് നമ്മുടെ മാർക്കറ്റിംഗ് ടീം ലീഡർ ആണ്. Hi ലക്ഷ്മി, how are you? Yeah, I'm doing good. ഇനി ജെറി മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. Okay. ജെറി പ്ലീസ് ക്യാരി ഓൺ. Thank you. മാം, ഇത് നമ്മുടെ ലാന ടെക്നോളജീൻ്റെ ഫുൾ ടേൺ സ്റ്റൈൽ ഡിവൈസ് ആണ്. അറ്റ് എ ടൈം ഒരാൾക്ക് ഇതിനകത്തൊന്ന് ആക്സസ് ഉള്ളൂ. ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ ആക്സസ് ഉള്ളൂ. ഞാൻ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ മാഡത്തിന് കയറി പോകാൻ പറ്റും. Okay. That's great. ഇത് ഞങ്ങളുടെ മാർക്കറ്റിംഗ്. വീണ്ടും ഞാൻ ആക്സസ് കൊടുത്താലേ എനിക്ക് കയറാൻ പറ്റത്തുള്ളൂ. അറ്റ് എ ടൈം ഒരു പേഴ്സണിനെ അതിനകത്തുനിന്ന് കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമാണ്. ഇത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് സെയിൽസ് കോർഡിനേറ്റർ. ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. പേര് ഷാനി. ഓക്കെ, ഹൗ ഇസ് തിങ്സ് ഗോയിങ്? ഗോയിങ് ഗുഡ്. ഇതാണ് നമ്മുടെ സെയിൽസ് മാർക്കറ്റിംഗ് ടീം മെമ്പേഴ്സ്. ഇത് മാത്രമല്ല, നമുക്ക് ഓൾ കേരള ലെവലിലായിട്ട് ഓരോ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫീൽഡ് സ്റ്റാഫുകളും ഉണ്ട്. നമുക്ക് അവരിപ്പോൾ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല, ഇത്രയും സിറ്റുവേഷൻസ് ആയതുകൊണ്ട് അവരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അവർ ഫീൽഡിൽ ഉണ്ട്. നമുക്ക് പിന്നെ ഇതും അല്ലാണ്ട് നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. പിന്നെ ഓൾ കേരള ലെവലിൽ ടെൻഡേഴ്സും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് മാർക്കറ്റിംഗ് പോകുന്നത്. ഗുഡ് ജോബ്.
നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാസ്റ്റർ ബ്രെയിൻ ഇസ് ഹിയർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ലാന ടെക്നോളജീസ്. ഇനി നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് നോക്കാം പ്ലീസ്. ലക്ഷ്മി, അതിൽ എല്ലാവർക്കും ആക്സസ് ഇല്ല. ഇത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഞാനത് തുറക്കാൻ സഹായിക്കാം. ഇവിടെയും സെക്യൂരിറ്റി ആണല്ലേ? എനിക്ക് ഇതിന് ആക്സസ് ഉണ്ട്. ഞാൻ ഓക്കെ, അപ്പം സാറിനും അതുപോലെ നമുക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. ഓൾ റൈറ്റ്, ഓക്കെ. ഹലോ സർ. Hi. Hi. Hi, Lakshmi. How are you? Yeah, I'm doing good. How are you? Fine, thank you. ഇത്ര നേരം നമ്മൾ ലാന ടെക്നോളജീസിനെ പറ്റി സംസാരിച്ചു. ദ കംപ്ലീറ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുന്ന ലാന ടെക്നോളജീസ്, അതിൻ്റെ പിന്നിലെ ക്രിയേറ്ററാണ് ഇപ്പം ഞാൻ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്, ഡോക്ടർ ഷിബു മാത്യു. അപ്പോൾ സർ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ആക്ച്വലി നമ്മളിപ്പം എത്ര വർഷമായി ലാന ടെക്നോളജീസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങളിപ്പം ഏകദേശം 7 വർഷമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. സൗദിയിൽ ഒരു 18 വർഷമായി. 18 വർഷമായി അല്ലേ? അപ്പം